എന്താണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമല്ലേ? ഈ ഒരു വാർത്ത നമ്മളെല്ലാവരും ഒന്നും കണ്ടിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും വളരെ സങ്കടത്തോടെയാണ് ഇത് കണ്ടിട്ടുണ്ടാവുക. കാരണം 32 വയസ്സായിട്ടുള്ള ദീപക് എന്ന് പറയുന്ന ഒരു പയ്യൻ, ഒരു മനുഷ്യൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അതിന് കാരണം എന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും ഒരു പക്ഷേ അറിയുന്നുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ബസ്സിലുണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വൃത്തികെട്ടവൾ, ഒരു പറക്കാത്തവളുണ്ടല്ലോ, അവളൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് ആളുകൾ വൈറലായി എന്ന് തന്നെ പറയാം അല്ലേ? ഒരു മനുഷ്യൻ്റെ ജീവൻ വെച്ചിട്ടാണ് ആ വൃത്തികെട്ടവൾ കളിച്ചത്. നമ്മൾ ആ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഒരു പക്ഷേ അയാൾ അറിയാതെ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് സെൽഫി എടുത്തിട്ട് അത് ലോകം മുഴുവൻ കാണിക്കാൻ വേണ്ടി നടന്നു അല്ലേ? അവൾക്കൊന്ന് മാറി നിന്നുണ്ടെങ്കിൽ ആ സംഭവം അവസാനിച്ചിരുന്നു. അതല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവസാനിച്ചിരുന്നു. എന്നാൽ വീണ്ടും അത് വീഡിയോ എടുക്കാൻ വേണ്ടി, സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് അണിച്ചെന്ന് കയറി കൊടുക്കണ്ടായത്. എന്നിട്ട് അത് വീട്ടിൽ വന്നിട്ട് വീണ്ടും ഒരു വീഡിയോ ചെയ്തു അല്ലേ? അങ്ങനെ മനം തോന്നിട്ട് ഇന്ന് കാലത്ത് ആ മനുഷ്യൻ ജീവിതം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മുപ്പത്തേർക്ക് സന്തോഷമായി ഉണ്ടാവും. ഒരാളെ ജീവൻ അവസാനിപ്പിച്ച, ജീവൻ കളഞ്ഞപ്പോൾ കൊന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അല്ലേ? അത്ര മാനഹാനി സംഭവിച്ചിട്ടാണല്ലോ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക. ഇതുപോലെ വൃത്തികെട്ട ജന്മങ്ങളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്ന വേണം. ഒരു പെണ്ണ് വിചാരിച്ചാൽ ലോകം നന്നാവും, അല്ലെങ്കിൽ ലോകം തന്നെ വൃത്തികെട്ട രീതിയിലാവുമെന്ന് പറഞ്ഞത് എത്ര ശരിയാണല്ലേ? ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി ലോകം നന്നാക്കാൻ. അതുപോലെ തന്നെ ഒരു പെണ്ണ് ഉരുമ്പെട്ട് കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഇല്ലാതാക്കാനും പറ്റും. അതിനൊരു ഉദാഹരണമാണ് ഈ മോള് കാണിച്ചത്. ആർക്ക് പോയി? അവരുടെ വീട്ടുകാർക്ക് പോയി അല്ലേ? ഒരു സെയിൽസ്മാൻ ആയിരുന്ന ആ മനുഷ്യൻ തൻ്റെ ജോലിയാർത്ഥം ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കയ്യിൽ ബാഗും മറ്റേ കൈ കൊണ്ട് കമ്പിയും പിടിച്ചിരിക്കുമ്പോൾ അറിയാണ്ട് ഒരു പക്ഷേ തട്ടിപ്പോയിട്ടുണ്ടാവും. അത് ആ സമയത്ത് പ്രതികരിക്കാതെ സെൽഫി എടുത്തിട്ട് താൻ വലിയ മറ്റവളാണ് എന്ന് മറ്റുള്ളവരെ, നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്തപ്പോൾ എന്തുണ്ടായി? എന്തായാലും ഇതിന് തക്കതായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം മാനക്കേട് സഹിക്കാതെയാണല്ലോ ആ മനുഷ്യൻ ജീവനൊടുക്കിയിട്ടുള്ളത്. അവളൊരു നല്ല ചമഞ്ഞിട്ട്, നല്ല പുള്ള ചമഞ്ഞ് വന്നിക്കണ്. അങ്ങനെയാണെങ്കിൽ ഒന്നും അറിയാതെ തട്ടിയാണെങ്കിൽ ഒന്ന് മാറിക്കല്ലേ വേണ്ടത്. അത് ചെയ്യാതെ എന്തൊക്കെ പറയേണ്ടതെന്ന് പോലും സത്യം പറഞ്ഞാൽ അറിയണില്ല ആ വാർത്ത കേട്ടപ്പോൾ. ഇതുപോലെ വൃത്തികെട്ട ജന്മങ്ങളുണ്ടെങ്കിൽ ഒരു പക്ഷേ ആണുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. മനസ്സിലായണ്ട? അതുകൊണ്ട് ആണുങ്ങളൊക്കെ സൂക്ഷിച്ചോളിയും. ഇതുപോലുള്ള വൃത്തികെട്ട പെണ്ണുങ്ങൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാവും. ഫേമസ് ആവാൻ വേണ്ടിയിട്ട്, നാലാൾ അറിയാൻ വേണ്ടിയിട്ട്, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉടായ്പകൾ, മൂച്ചാളിത്തരവും വൃത്തിയില്ലായ്മയും തന്തക്ക് പിറകായൊക്കെ കാട്ടിക്കൂട്ടും. അപ്പോൾ ഒന്ന് സൂക്ഷിക്കണം, നല്ലതാണ്. എന്തായാലും ഇവൾക്ക് നിയമപരമായിട്ടുള്ള എല്ലാ ശിക്ഷകളും മേടിച്ച് കൊടുക്കണം എന്നാണ് എനിക്കും പറയാനുള്ളത്.